പോട്ടെ, തള്ളു 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 തള്ളു. ഇത്ര മതി ദത്തേട്ടാ, എനിക്ക് കാല് കഴിക്കുന്നു. ഏയ് പറ്റില്ല പറ്റില്ല, മിനിമം 1 കിലോമീറ്റർ എങ്കിലും ഈ സമയത്ത് നടന്നേ പറ്റൂ. ആ എലിസബത്ത് ഡോക്ടർ പറഞ്ഞത് നീ അങ്ങ് മറന്നുപോയോ? അവരങ്ങനെ പലതും പറയും. നടക്കുന്നതും കാലിൽ കുഴ എഴുതുന്നതും അവരുടേതല്ലോ. ദത്തേട്ടൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇനി ഒരടി ഞാൻ മുന്നോട്ട് വെക്കില്ല. എന്റെ ആമി, നീ വഴി കിടന്നിങ്ങനെ ഷോ കാണിക്കല്ലേ, വല്ലവരും കാണും. ഇനി ഒന്നുമില്ലെങ്കിലും ഞാനൊരു SP അല്ലേ, ആ ഒരു ബഹുമാനം കാണിക്കടോ. SP ഒക്കെ അങ്ങ് ഓഫീസിൽ. ഇവിടെ ഇപ്പോ ചെമ്പകശ്ശേരിയിലെ ആത്മജയുടെ ഭർത്താവാ ഉമാദത്തൻ. ഞാൻ പറയുന്നത് ദത്തേട്ടൻ അങ്ങ് അനുസരിച്ചാ മതി. എന്റെ ആമി, ഞാൻ പറയുന്നത് ദത്തേട്ടൻ അങ്ങ് കേട്ടാ മതി. വാ, നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു നടക്കാം. ശരി, വീടെങ്കി വീട്. ആ, നല്ല കുട്ടി. എടോ, ഞാനീ പറയുന്നൊക്കെ ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടി അല്ല, നമ്മുടെ കുഞ്ഞിന് വേണ്ടി. അവൻ ആരോഗ്യത്തോടെ സൗന്ദര്യത്തോടെ ഒന്ന് ലോകം കാണണ്ടേ? ഓ പിന്നെ, കാലത്ത് നടന്നാ മാത്രമേ കുഞ്ഞിന് സൗന്ദര്യം ആരോഗ്യം ഉണ്ടാവത്തുള്ളോ? എന്നല്ല, നമ്മുടെ കുഞ്ഞിന് ഒരിത്തിരി സൗന്ദര്യം കൂടുന്നോണ്ട് തനിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, ഉണ്ടോ? ആ, ഇനി ഞാനിവിടെ ഇല്ലാത്ത ദിവസമാണെങ്കിൽ നീ ഗോമതേച്ചും കൂട്ടി നടക്കാൻ പോണം കേട്ടാ. ആ, ശീലമായി കഴിഞ്ഞപ്പോ നീ ക്ഷീണമൊന്നും ഉണ്ടാവില്ല. ഓ, ഉത്തരവ്. നല്ല ക്ലൈമറ്റ് അല്ലേ? ആമി, നീ എന്ത് കാണിക്കുന്നേ? എടി വിട്, ആരിലും കാണുന്നു, വിട്. ആമി, എന്തായി കാണിക്കുന്നേ? ആരിലും കണ്ട എന്ത് വിചാരിക്കും? ഒന്നും വിചാരിക്കില്ല. നല്ല സ്നേഹമുള്ള ഭാര്യ ഭർത്താവാണെന്ന് വിചാരിക്കും. എല്ലാത്തിനും ഒരു മര്യാദ വേണ്ടേ? പ്രണയത്തിന് എന്ത് മര്യാദ? പ്രണയോ? എന്താ, ഗർഭിണികൾക്ക് പ്രണയിച്ചൂടെ? പാടില്ലെന്ന് പോലീസിന്റെ ഏത് മാനിഫെസ്റ്റോയിലാ പറഞ്ഞിട്ടുള്ളത്? അങ്ങോട്ട് നടക്കിട്ട പോലീസുകാരാ. ഞാൻ നടന്നോളാം, നീ വിട്. എന്റെ ഒരു ഗതികേട്. എന്റെ ഈശ്വരാ, ഇത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഇടാമി,